നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒട്ടനവധി വ്യത്യസ്തതകൾ കൊണ്ടുവന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. അതെ, MG മോട്ടോഴ്സ്, മോറിസ് ഗാരാജസിന്റെ അണ്ടറിൽ വരുന്ന ഹെക്ടർ പ്ലസ് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹനത്തിന്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹണികോം പാറ്റേണിലുള്ള ഗ്രില്ലാണ്. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ക്രോമിയം എലമെന്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ആ ഒരു ഗ്രില്ല് ശരിക്കും പറഞ്ഞാൽ അട്രാക്റ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. നടുക്കായിട്ട് MGയുടെ ലോഗോ നല്ല രീതിയിൽ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസ്റ്റൻസിൽ നിന്ന് വരുമ്പോൾ പോലെ നമുക്ക് വാഹനത്തെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. താഴെ വരുമ്പം നമ്പർ പ്ലേറ്റിൻ്റെ ഒരു സ്ലോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് എയർ ഡാം കാണാൻ സാധിക്കുന്നുണ്ട്. താഴെയായിട്ട് സിൽവർ സ്കഫ് പ്ലേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വളരെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബോഡി ലൈനിൻ്റെ ഒരു ബൾജിങ് നമുക്ക് ഈ ക്ലാഡിങ്ങിനോട് ചേർന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലാഡിങ്ങിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു കംപ്ലീറ്റ് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഹെക്ടർ പ്ലസിൽ വരുന്നത്. അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു കംപ്ലീറ്റ് DRL യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹുഡിലേക്ക് വരുമ്പം നമുക്ക് ചെറിയ രീതിയിലുള്ള ബോഡി ലൈനിങ് ഉണ്ട്. സാധാരണ പറയാൻ മാത്രമുള്ള ബോഡി ലൈനിങ് ഇല്ല. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്കൂപ്ഡ് ആയിട്ടുള്ള ഓരോ ബോഡി ലൈനുകൾ കാറിൽ പോകുന്നുണ്ട്. സെൻട്രിൽ നിന്നും ഒരു ബോഡി ലൈൻ ഇങ്ങനെ ബോണറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബോഡി ലൈനും വാഹനത്തിന് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ബോണറ്റിൻ്റെ മുകളിൽ വാഷേഴ്സോ കോയിൽസോ ഒന്നുമില്ല. വൈപ്പേഴ്സിൻ്റെ വാഷേഴ്സ് എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് നമുക്കതുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. മേളിൽ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സിൻ്റെ യൂണിറ്റാണ്. ഹെക്ടറിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഫീച്ചേഴ്സിലൊന്നാണ് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്. അത്യാവശ്യം തന്നെ നല്ല ഗ്ലാസ്സാണ്. നല്ല രീതിയിലുള്ള വൈഡർ ഫീൽഡ് ഡ്രൈവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ്സാണ് ഹെക്ടറിൽ കാണാൻ സാധിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഇവിടെയായിട്ട് അത്യാവശ്യം നല്ല ബൾജിങ് ആയിട്ടുള്ള ബോഡി ലൈനുകൾ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് പ്ലാസ്റ്റിക് ക്ലാഡിങ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് അവിടെ ഒരു ഹെവി ഫീല്, നമുക്കൊരു മസ്കുലാർ ഫീല് നമുക്ക് വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ വരുമ്പോൾ നമുക്കാണെങ്കിൽ 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് നമുക്കിത് വരുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷോട് കൂടെയുള്ള അലോയ് വീൽസ് ആണ് കാണാൻ സാധിക്കുന്നത്. നടുക്കായിട്ട് MGയുടെ ബാഡ്ജിങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. സസ്പെൻഷൻ്റെ സൈഡിലേക്ക് വരുമ്പം മെക്ഫോഷൻ സ്ട്രട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന സസ്പെൻഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഹനത്തിൽ. ഇനി ഡോർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ORVM കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡ് വ്യൂ മിറർ കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡ് വ്യൂ മിററിൻ്റെ നടുക്കായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കാറിലുള്ള 360 ഡിഗ്രി ക്യാമറയിൽ പാർക്കിംഗ് സെൻസേഴ്സും ക്യാമറയും കാണാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡോറിൻ്റെ സൈഡിലേക്ക് വരുമ്പം ആ ഫ്രണ്ടിൽ നമ്മൾ കണ്ട ആ ബോഡി ലൈൻ അവിടുന്ന് കണ്ടിന്യൂസ്ലി ആ എൻഡ് വരെ പോകുന്നുണ്ട്. ആ അത്യാവശ്യത്തിന് മസ്കുലാർ ഫീല് ശരിക്കും പറഞ്ഞാൽ സൈഡ് വ്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ താഴേക്ക് നമുക്ക് വരുമ്പം നമുക്ക് ക്ലാഡിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലാഡിങ്ങിൻ്റെ നടുക്കായിട്ട് നമുക്കാണെങ്കിൽ ക്രോമിയം ഇൻസേർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അങ്ങ് എക്സ്റ്റെൻഡ് വരുമ്പോൾ മോറിസ് ഗാരാജസ് എന്ന് പറഞ്ഞ ലേബലിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. ആ സിൽവർ ഫിനിഷിങ് അത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഒരു വിധം പ്രീമിയം ഫീലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പം ഡോർ ഹാൻഡിലിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നടുക്കായിട്ട് ക്രോമിയം ഇൻസേർട്ടാണ് ഈ ഒരു ഹാൻഡിലിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആണ്. കംപ്ലീറ്റ് ക്രോമിനെക്കാട്ടിലും എലഗൻ്റ് ആയിട്ടുണ്ട് ഈ നടുക്ക് ഇങ്ങനെ ഒരു ഇൻസേർട്ട് വന്നപ്പോൾ. മേളിലായിട്ട് ഗ്ലാസ് യൂണിറ്റിൻ്റെ താഴെയും ഇതുപോലെ ക്രോമിയം സ്ട്രിപ്പ് പാസ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്റ്റെൻഡ് മുതൽ അങ്ങ് എക്സ്റ്റെൻഡ് വരെ ആ ഒരു ക്രോമിയം കണ്ടിന്യൂഷൻ ഈ വാഹനത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. അതിലൂടെ ആ ഒരു ഡിസൈനിലുള്ള ആ ഒരു പ്രീമിയം ഫീല് നമുക്ക് കാണാനും സാധിക്കുന്നു. മേളിൽ വരുമ്പോഴത്തേക്കും റൂഫ് റെയിൽസ് ഒക്കെ ഫങ്ഷനിങ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് ആണ്. ഇത് വരുമ്പോൾ നമുക്ക് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മെറ്റലാണ് മേളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹെക്ടറിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള കാർസിൽ നമ്മൾ കാണുന്നതാണ്. അത് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെക്ടറിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള സഫാരിയിലും അതുപോലെ തന്നെ നമ്മുടെ അൽക്കസാറിലും കാണാൻ സാധിക്കുന്നത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള റൂഫ് റെയിൽസ് ആണ്. പക്ഷേ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് മെറ്റൽ ഇൻസേർട്ട് ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഫീല് വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. എന്തൊക്കെ വ്യത്യസ്തതകളാണ് ഈ വാഹനത്തിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. തുറന്നു. അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള
ഒരു ഓപ്പണിംഗ് ആണ് ഡോർ തുറക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വാഹനത്തിൽ ഒന്ന് കയറിയിരിക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പം നമുക്ക് ആദ്യം ഡോർ പാഡിൻ്റെ സൈഡിലേക്ക് വരാം. ഡോർ പാഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടാണ്. അതിനോട് ചേർന്ന് ഒരു ക്രോമിയം ഹാൻഡിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പം ഗ്രാബ് ഹാൻഡിൽ ക്രോമിയം ഇൻസേർട്ടോട് കൂടിയാണ്, ഒരു സിൽവർ ഇൻസേർട്ടോട് കൂടിയാണ് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സോളിഡ് ഫീലും തോന്നുന്നുണ്ട്. ഇവിടെ വരുമ്പം പവർ വിൻഡോസ് ശരിക്കും പറഞ്ഞാൽ പിയാനോ ബ്ലാക്കിൻ്റെ നടുക്കായിട്ടാണ് പവർ വിൻഡോസ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് ലെതർ അപ്പോൾസ്ട്രീസ് ആണ് ഈ ഒരു കവറിങ്ങിനായിട്ട് ഇത്രയും യൂണിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിലേക്ക് വരും, അത് അത്യാവശ്യം നല്ല പ്രീമിയം ഫീല് കൊടുക്കുന്നുണ്ട് വാഹനത്തിന്. പ്ലാസ്റ്റിക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. നമുക്കത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഡിസൈൻ സ്ട്രക്ചറിൽ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ പ്ലാസ്റ്റിക് നിർമ്മാണ നിലവാരം മനസ്സിലാവും. ആൻറ്റി സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് ഒന്നും ഡാഷ്ബോർഡിൽ അങ്ങനെ ഏക്കത്തില്ല. പിന്നെ താഴേക്ക് വരുമ്പം നമുക്ക് ബോട്ടിൽ ഹോൾഡർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വാണിംഗ് ഉണ്ട്, നമ്മൾ ഗ്ലാസ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വെക്കില്ല എന്നുള്ളൊരു വാണിംഗ് കാണിക്കുന്നുണ്ട്. 1 ലിറ്ററിൻ്റെ ബോട്ടിലും വെക്കാൻ പറ്റും. ഈ വാഹനത്തിൽ വരുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റിയുടെ 8 സ്പീക്കർ യൂണിറ്റ് ആണ് കാണാൻ സാധിക്കുന്നത് ഹെക്ടർ പ്ലസിൽ. ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സ് പൊതുവെ പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന സ്പീക്കേഴ്സാണ്. നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് വരാം. ഹെക്ടറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് ഹെക്ടറിൽ കാണാൻ സാധിക്കുന്നത്. മേളിലായിട്ട് സോഫ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മേളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിന് നല്ല പ്രീമിയം ഫീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മേളിലേക്ക് വരുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു സോഫ്റ്റ് ലെതർ ഫിനിഷിങ്ങിലുള്ള ഒരു സ്റ്റിച്ചിങ് ഒക്കെ കാണാവുന്ന ഒരു ലെതർ ഇൻസേർട്ടാണ് നമുക്ക് TFT ഡിസ്പ്ലേയുടെ മേളിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് വരുമ്പം MGയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നമുക്കറിയാം ഈ വാഹനം എന്തുകൊണ്ടാണ് ആളുകളിലേക്ക് ജനപ്രീതി നേടിയതെന്ന്. അതിന് ഏറ്റവും വലിയൊരു ഘടകമാണ് ഇതിൻ്റെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്ക് സൈഡിലേക്ക് വരുമ്പം നേരത്തെ കണ്ട ഒരു കോഫി ബ്രൗൺ ഫിനിഷിങ് ലെതർ അപ്പോൾസ്ട്രി ആണിത്. ഈ ഒരു ലെതർ ഫിനിഷ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഈ ഫ്രണ്ട് മുതൽ ഈ എക്സ്റ്റെൻഡ് വരെ അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് നല്ല പ്രീമിയം ഫീല് വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഗ്ലോ ബോക്സ് തുറന്ന് നോക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ക്വാളിറ്റിയുടെ വേറൊരു ഘടകം. ഒരു ഗ്ലോ ബോക്സ് നമ്മൾ തുറക്കുമ്പം അതെങ്ങനെയാണോ ആ ഒരു വാഹനത്തിൽ നിന്ന് ഓപ്പൺ ആവുന്നത്, ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് ആ വാഹനത്തിൻ്റെ അകത്തുള്ള മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. ആ സൈഡിൽ വരുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റിയുടെ ഒരു ട്വീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫിനിറ്റിയുടെ ബാഡ്ജിങ് അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഡ്രൈവർ സൈഡിൽ ഒരു ട്വീറ്റർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് നല്ല സൗണ്ട് ക്വാളിറ്റി വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹലോ MG, ഖുൽജാ സിംസിം. കണ്ടില്ലേ, നമ്മൾ അതുപോലെ ഹിന്ദിയും ഇംഗ്ലീഷുമായിട്ട് പ്രയോഗിച്ചാൽ പോലും ഈ വാഹനം അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ വേർഡിങ്സ് എന്താണോ അതനുസരിച്ച് വാഹനം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഹലോ MG, പ്ലീസ് ക്ലോസ് ദ സൺറൂഫ്. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എല്ലാ ഫീച്ചേഴ്സും, ഗാന ആപ്ലിക്കേഷൻ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അങ്ങനെ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉള്ള ഒരു 10 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് നമുക്ക് ഹെക്ടറിൽ കാണാൻ സാധിക്കുന്നത്. AC യുടെ കൺട്രോൾസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ നിന്ന് AC ഓണാക്കി പെട്ടെന്ന് തന്നെ കൂളാവുന്നതാണ് നമ്മൾ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ പ്രായമായവരൊക്കെ ഈ വാഹനത്തിൽ കയറുമ്പം ഇങ്ങനത്തെ കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടുള്ള ഒരു യൂണിറ്റ് ആകുമ്പോൾ അവർക്കൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ടെക് വൈസ് ഒരു അപ്ഡേഷനാണ് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. താഴേക്ക് വരുമ്പോൾ നമുക്കാണെങ്കിൽ വയർലെസ് ചാർജിങ്ങിൻ്റെ പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ സൈസിലുള്ള മൊബൈൽ ഫോൺ ഇരിക്കുന്ന രീതിയിലുള്ളൊരു പോർട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിലെ കൂടെയായിട്ട് ഒരു ക്രോമിയം ലേഔട്ടും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വരുമ്പം നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചാണ് കാണാൻ സാധിക്കുന്നത്. മേളിലേക്ക് വരുമ്പം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു RVM ആണ് കാണിക്കുന്നത്. ഓട്ടോ ഫങ്ഷനിങ് ആണ് അത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
അതിൻ്റെ മേളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൺറൂഫിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ ലാമ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സൺറൂഫ് ഇവിടുന്ന് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഈ സൺവൈസറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിററോണ്ട് ചേർന്നിട്ടായിട്ട് ഒരു ലാമ്പുമാണ്, LED ലാമ്പാണ്. ഈ സൈഡിലേക്ക് വരുമ്പം പാസഞ്ചർ സൈഡിൽ നമുക്ക് ഡ്രൈവർ സൈഡിൽ കണ്ടുപോട്ട് തന്നെ കർട്ടൺ എയർ ബാഗിന്റെ വാണിംഗ് ഇവിടെ പാസഞ്ചർ സീറ്റിന്റെ അവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് 2 ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള വേരിയന്റ് ആയതുകൊണ്ട് ഇതിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല, മറിച്ച് നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ സ്വിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം റെയർ AC വെന്റിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. പാർക്കിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സ്വിച്ചും കാണാൻ സാധിക്കുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറയിലേക്ക് വരുമ്പം അത്യാവശ്യം വൈഡർ ഫീൽഡ് ആയിട്ടുള്ളൊരു വ്യൂ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈച്ച് ആൻഡ് എവറി കോർണർ കാറിൻ്റെ കാണാൻ സാധിക്കുന്നുണ്ട്. മാനുവലി അഡ്ജസ്റ്റബിൾ ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കൽ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനുള്ള അവൈലബിൾ ആണ്. സ്റ്റോറേജ് യൂണിറ്റ് അത്യാവശ്യം ഒരു 2 ബോട്ടിൽ സ്റ്റോർ ചെയ്യാവുന്ന യൂണിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെയും പുറകിലേക്ക് വരുമ്പം ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോഫ്റ്റ് കുഷ്യൻഡ് ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് ആണ് വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആംറസ്റ്റിൻ്റെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ വലതുവശത്തേക്ക് വരുമ്പം താഴെയായിട്ട് കാണാൻ സാധിക്കുന്നത് മിറർ ഫോൾഡ് ചെയ്യുന്ന ഓട്ടോ ഫോൾഡിങ് ഫംഗ്ഷൻസ് ആണ്, അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളുമാണ്. ഹെഡ് ലാമ്പിൻ്റെ ലെവലിങ്ങും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. TFT ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ബട്ടണും നമുക്ക് ആ സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്തു. സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നത് ക്രോമിയം ആയിട്ടുള്ള ഡോർ ഹാൻഡിലും അതിനോട് ചേർന്ന് ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഇൻസേർട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. അവിടെയായിട്ട് ഒരു ഇൻഫിനിറ്റിയുടെ ട്വീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. ലെതർ ഫിനിഷിലുള്ള ഒരു ആംറസ്റ്റ് ആണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടിൻ്റെ നടുവിലായിട്ടാണ് പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് വന്നിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡറാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമുക്ക് റെയർ സീറ്റ്. നമ്മളിത് ഹെക്ടർ പ്ലസിൻ്റെ 6 സീറ്റർ വേരിയൻ്റ് ആണിത്. അതുകൊണ്ട് റെയർ സീറ്റ് ബക്കറ്റ് സീറ്റ്സ് ആണ് നമുക്ക് ബാക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് സീറ്റിലൊന്ന് കയറിയിരിക്കാം. നമ്മൾ എന്നും ചെയ്യുന്നത് തൊട്ട് ഡ്രൈവർ സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. എങ്കിൽ പോലും കണ്ടോ ഇത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്, സുഖമായിട്ടിരിക്കും. മാക്സിമം ബാക്കിലോട്ടും. പാസഞ്ചർ സീറ്റ് ഞാനൊരു നോർമൽ സൈസിലാണ് ഞാൻ ഇട്ടത്. ഞാൻ ഈ പാസഞ്ചർ സീറ്റിൻ്റെ ഈ ഒരു സൈഡിലോട്ടൂടെ വരാം. കണ്ടില്ലേ, വിശാലമായിട്ടുള്ള ഒരു ലെഗ് റൂമാണ് കാറെ പ്രൊവൈഡ് ചെയ്യുന്നത്. റയർ സൈഡിൽ AC വെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് 2 ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റാണ്. ഇതുപോലെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആംറസ്റ്റ് ആണ്. 2 സൈഡിൽ നല്ല രീതിയിൽ ക്യാപ്റ്റൻ കമാൻഡിങ് പൊസിഷനിൽ നമുക്ക് വാഹനത്തിൽ ഇരിക്കാൻ സാധിക്കും. മേളിലായിട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. LED ലാംപ്സ് ആണ്. ഏറ്റവും പുറകിലായിട്ട് ഹെക്ടർ പ്ലസ് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ബാക്ക് സീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ വാഹനത്തിൻ്റെ വീൽ ബേസ് പോലും എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് അവിടെ ഒരു സീറ്റ് ഫിറ്റ് ചെയ്തെന്നേ ഉള്ളൂ. അവിടെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം തരക്കേടില്ലാണ്ടിരിക്കാം. അടുത്തതായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ റയർ പ്രൊഫൈലിലേക്ക് വരാം. റയർ പ്രൊഫൈലിലേക്ക് വരുമ്പം നമുക്ക് LED ടെയിൽ ലാംപ്സ് 2 സൈഡിലായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നുണ്ട്. നടുവിലായിട്ട് MGയുടെ ലോഗോ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ക്രോമിയം ബാഡ്ജിങ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇൻസേർട്ട് ചെയ്ത് നല്ല രീതിയിൽ അത് വണ്ടിക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. ബ്ലാക്ക് വുഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ എലഗൻ്റ് ആണ്. നല്ല രീതിയിൽ വെളിയിലേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള സ്പോയിലറാണ്. അതിൻ്റെ അവിടെയായിട്ട് നമുക്ക് LED ടെയിൽ ലാമ്പിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ഫീൽ ഉണ്ട്. മേളിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ്. അതിൻ്റെ മേളിൽ നമ്മൾ നേരത്തെ കണ്ട സൺറൂഫ്, പാനറോമിക് സൺറൂഫ്. ടെയിൽ ലാമ്പിൻ്റെ താഴെയായിട്ട് MGയിൽ കണ്ടുവരുന്ന രീതി ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞുള്ള ലേബലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഹെക്ടർ പ്ലസ് എന്നുള്ള ക്രോമിയം രീതിയിലുള്ള ബാഡ്ജിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. ബൂട്ടിൻ്റെ താഴെ വരുമ്പോൾ നമുക്കാണെങ്കിൽ സ്കഫ് പ്ലേറ്റ്, സിൽവർ കളറിലുള്ള സ്കഫ് പ്ലേറ്റ് കാണാൻ സാധിക്കും. 2 സൈഡിലായിട്ട് ഫേക്ക് എയർ വെൻസ് ആണുള്ളത്. പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോട് ചേർന്നിട്ടായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റിവേഴ്സ് ലാമ്പിൻ്റെ ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബൂട്ട് നമുക്ക് 3 രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഹെക്ടറിൻ്റെ കീ ഇതാണ്. ഈ കീയിലൂടെ നമുക്ക് ബൂട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ
കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ഓപ്പൺ ആവും. പിന്നെ അതുപോലെ നമുക്ക് വേറൊരു രീതിയുണ്ട്, അത് കാണിക്കാം. അടുത്തതായിട്ട് കിക്ക് ബൂട്ട് ഫംഗ്ഷനിലൂടെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് നോക്കാം. ഇങ്ങനെ കാല് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഷേക്ക് ചെയ്താൽ കണ്ടില്ലേ, ബൂട്ട് കിക്ക് ബൂട്ട് ഫംഗ്ഷനിലൂടെ തന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതുപോലെ നമുക്ക് വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബൂട്ട് ക്ലോസ് ചെയ്യാനുള്ള ഇലക്ട്രിക് ബൂട്ടിനുള്ള ഇത് ബട്ടൺ കൊടുത്തിട്ടുള്ള. ഇത് ഇങ്ങനെ ബൂട്ട് ക്ലോസ് ആയി വരുമ്പോൾ നമ്മൾ ഇവിടെ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ബൂട്ടിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത രീതി എന്ന് പറയുന്നത് ഇങ്ങനെ കൈ കൊണ്ടാണ് ഈ ബൂട്ട് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഹെക്ടറിൻ്റെ 7 സീറ്റർ വേരിയൻറ്റിൽ നമുക്ക് 155 ലിറ്റേഴ്സ് ആയിട്ടാണ് ബൂട്ട് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് 60-40 ഫോൾഡ് ചെയ്യാവുന്ന സീറ്റ്സ് ആണ്. ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 ലിറ്റേഴ്സ് ആയിട്ട് നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനൊരു ബെനിഫിറ്റ് നമുക്ക് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ബാക്ക് റോ സീറ്റിൽ, തേർഡ് റോ സീറ്റിലുള്ളവർക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഏറ്റവും ബാക്ക് പ്രൊഫൈലിൽ നിന്ന് കാണുമ്പോൾ വളരെ പ്രീമിയം ആയിട്ടുണ്ട് കാണാനായിട്ട്. ഇവിടെ ആയിട്ട് ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഗ്രീനി ആയിട്ടുണ്ട്. വാഹനത്തിൻ്റെ അകത്തേക്ക് ലൈറ്റ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൃദയം കാണാം. ഹെക്ടറിൻ്റെ ഹൃദയത്തെ പറ്റി പറയുകയാണെങ്കിൽ 2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന വേരിയൻറ്റിൻ്റെ കാണാൻ സാധിക്കുന്ന എഞ്ചിൻ. അത് ഏകദേശം 16.65 km/L ആണ് മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം പവറിനെ പറ്റി പറയുകയാണെങ്കിൽ 167.67 bhp അറ്റ് 3500 rpm. ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത് 350 Nm ടോർക്കാണ് ഹെക്ടറിൻ്റെ ഡീസൽ എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. നല്ല നീറ്റ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഒരു എൻജിൻ ബേ ആണ്. MG എന്നും ടർബോ എന്നുള്ള ബാഡ്ജിങ്ങും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഇൻസുലേഷനായിട്ട് പാക്ഡ് ആണ്. മേളിൽ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ടുള്ള ഇൻസുലേഷനാണ് ഹെക്ടറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ലൊരു എൻജിൻ ബേ ആണ്. ഹെക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പുതുമ കൊണ്ടുവന്ന ഒരു കമ്പനിയാണ്. അപ്പം ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത്, 7 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. തേർഡ് റോ സീറ്റിൽ ഞാൻ പറയുകയാണ്, മുതിർന്നവർക്ക് ഒട്ടും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ഫീലൊക്കെ വരും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് തേർഡ് റോ സീറ്റ് ഇരിക്കാം. പക്ഷേ സെക്കൻഡ് റോ സീറ്റിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വെച്ചാൽ പറയാൻ എല്ലാം നമ്മളുടെ കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രേ പറയാനുള്ളൂ. ഡ്രൈവർ ഹോളിക് ആയിട്ടുള്ള ആരുണ്ടെങ്കിലും ഈ ഒരു 2 ലിറ്റർ ഫിയറ്റിൻ്റെ എൻജിൻ അവർക്കൊരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. പാസഞ്ചർ കംഫോർട്ട്, ട്രാവലിംഗ് കംഫോർട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിലുള്ള ട്രാവലിംഗ് കംഫോർട്ട് ഈ കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ തേർഡ് റോ സീറ്റിൽ കുട്ടികൾക്ക് ഇരിക്കാം. അത്യാവശ്യത്തിന് നല്ല ബൂട്ട് സ്പേസും ഉണ്ട്. സോ പ്രാക്ടിക്കാലിറ്റി വൈസ്, ഫീച്ചർ വൈസ്, കംഫോർട്ട് വൈസ് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് കാർ. ഹെക്ടറിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ആരോൺ സൈനിങ് ഓഫ് ഫ്രം ഓട്ടോ ലൈഫ്.